أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا بلوناهم كما بلونا أصحاب الجنة إذ أقسموا ليصرمنها مصبحين ولا يستثنون وطاف عليها طائف من ربك وهم نائمون فأصبحت كالصريم فتنادوا مصبحين أن يغدوا على حرثكم إن كنتم صارمين فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وغدوا على حرد قادرين فلما رأوها قالوا إنا لضالون بل نحن محرومون قال أوسطهم ألم أقل لكم لولا تسبحون قالوا سبحان ربنا إنا كنا ظالمين فأقبل بعضهم على بعض يتلاومون قالوا يا ويلتنا إنا كنا طاغين عسى ربنا أن يبدلنا خيرا منها إنا إلى ربنا راغبون كذلك العذاب ولعذاب الآخرة أكبر لو كانوا يعملون. സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ പല ചരിത്ര സംഭവങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് ഒരു പ്രത്യേക സംഭവമാണ്. സൂറത്ത് അൽ ഖലം, ഈ സൂറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു പാവപ്പെട്ട ആളുകളുടെ കഥയാണ്. ഈ കഥ എന്തിനാ വിവരിക്കുന്നു ചോദിച്ചാൽ, ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കാൻ അവസരം ലഭിച്ചിട്ട് അത് പഠിക്കാതെ താന്തോന്നികളായി അതിനെ അവഗണിച്ച ഒരു വിഭാഗം ആളുകളുടെ ചരിത്രമാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ആ കഥ പറഞ്ഞാൽ ആ കാര്യം മനസ്സിലാകും. ഇന്നാ ബലൗനാഹും, നാം ഇവരെ പരീക്ഷിച്ചു. കമാ ബലൗന അസ്ഹാബുൽ ജന്നത്തെ, സ്വർഗനിവാസികളെ പരീക്ഷിച്ചതുപോലെ, സ്വർഗവാസികളായ ആളുകളെ പരീക്ഷിച്ചതുപോലെ നാം ഇവരെ പരീക്ഷിച്ചു. ഇവർ തന്നെ മക്കയിലെ ആളുകളാണ്. അവരെ പരീക്ഷിച്ചത് എന്തുകൊണ്ടാണ് പരീക്ഷിച്ചത്? ഒരു പരീക്ഷണം കൊണ്ടാണ് പരീക്ഷിച്ചത്. ഇത് അക്സമു, അവർ സത്യം ചെയ്തു, ലയസ്രിമുന്നഹ മുസ്ബഹീൻ, തീർച്ചയായും ഈ തോട്ടം പൂർണ്ണമായും നമ്മൾ മുറിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ, അവരുടെ നാട്ടിൽ ഒരു വലിയ തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടം ധാരാളമായി വിളവുണ്ടാകും. ആ വിളവ് ഒക്കെ ഉള്ളവരാകുന്ന ആളുകൾ മാത്രം കൊടുക്കണം, ഇല്ലാത്തവർക്കൊന്നും കൊടുക്കേണ്ടതില്ല എന്ന ധാരണയാണ് അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ ആ നാട്ടിലെ ആളുകൾക്ക് ഒന്നും ലഭിക്കാത്ത വിധം ഉള്ളവരാകുന്ന ആളുകൾക്ക് എന്താ കിട്ടണം എന്ന വാദക്കാരാകുന്ന കുറച്ച് ആളുകളും ആ നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ മറ്റുള്ളവരൊന്നും അറിയാതെ, പാവപ്പെട്ട ആളുകളൊന്നും അറിയാതെ ഈ തോട്ടത്തിലെ മുഴുവൻ കനികളും പകർത്തിയെടുക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ തീരുമാനിച്ച ഒരു കഥയാണ് സംഭവത്തിൻ്റെ കാര്യം പറയുന്നത്. ഇത് അക്സമുൽ യസ്രിമുന്നഹ മുസ്ബഹീൻ, അവർ പ്രതിജ്ഞ ചെയ്തു, യസ്രിമുന്നഹ, ആ തോട്ടം പൂർണ്ണമായും അവർ മുറിച്ചെടുക്കണമെന്ന്. മുസ്ബഹീൻ, പ്രഭാത സമയത്ത് മുറിച്ചെടുക്കണം എന്നവർ പരീക്ഷണം ചെയ്തു. വലായസ്തസുനൂൻ, ഒന്നും അവർ വിട്ടേച്ചില്ല എന്ന് പറഞ്ഞാൽ, ആ തോട്ടത്തിലെ മുഴുവൻ കനിയും മുഴുവൻ കായ്കനികളും ഒരേ ദിവസം ഒറ്റ രാത്രി കൊണ്ട് നമുക്കെല്ലാവർക്കും അങ്ങ് മുറിച്ചെടുക്കാം. ഈ നാട്ടിലെ പാവങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു അവരുടെ വിശ്വാസം. അതിനെപ്പറ്റിയാണ് പറയുന്നത്. വലായസ്തസിനും
ഒന്നും വിട്ടേക്കാതെ എല്ലാം പറിച്ചു വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ താഫ അലിഹ തായിഫുൻ, അങ്ങനെ ഒരു തായിഫും ഒരു വലിയ വിഭാഗം ആളുകളെ അള്ളാഹു തല താഫ അലിഹ തായിഫുൻ, അവരിൽ ആ നാട്ടിലെ ആളുകൾക്ക് അള്ളാഹു തല അവർ നശിപ്പിക്കാൻ തീരുമാനിച്ചു. റബ്ബിൽ നിന്നുള്ള ശിക്ഷ കൂടി കൂടാൻ തീരുമാനിച്ചു. ബഹും നായിമൂൻ, അവരെല്ലാം ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ ആ നാട്ടിലെ ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അവരെ പിടികൂടാൻ തീരുമാനിച്ചത്. ഫാസ്ബഹത്ത് കസ്സരിയും, അങ്ങനെ അത് പിന്നെ പ്രഭാതത്തിലെ എന്ന് പറഞ്ഞാൽ രാത്രി 4 മണി അല്ലെങ്കിൽ 3 മണി സമയത്ത് അവരെല്ലാവരും അതെല്ലാം നശിച്ചു പോയി. പ്രാതവ് മുസ്ബഹീൻ, അങ്ങനെ അവരെല്ലാവരും പരസ്പരം വിളിച്ചു പറഞ്ഞു, വരൂ 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 എന്ന് പറഞ്ഞുകൊണ്ട്. അനിയഖുദു അലാ ഹർസിക്കും, നിങ്ങളുടെ പിന്നെ കൃഷി തോട്ടം പറിച്ചെടുക്കണമെങ്കിൽ വരൂ, ഇങ്കുന്തും സാലിമീൻ, നിങ്ങൾ പറിച്ചെടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പിടിച്ചുണർത്തിയിട്ട് അങ്ങനെ വലിയ ആർഭാടത്തോടുകൂടി അവരെല്ലാവരും പുറപ്പെട്ടു. വിളിച്ചു പറയുമ്പോൾ അവർ പറഞ്ഞിരുന്നു, പന്തലക്കൂ ബഹും ഖാഫത്തുൻ, നിങ്ങൾ വരൂ, പക്ഷേ ആരും അറിയാതെ എന്തോ നടക്കാൻ പോകുന്നു എന്ന പ്രതീതികളാക്കാതെ സൂക്ഷിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടുമാണ് വരേണ്ടത്. അല്ലായതുഹുലഹന്നല്ലോമ, ഇന്ന് നിങ്ങൾ പ്രവേശിപ്പിക്കാൻ പാടില്ല അലയിക്കും നിങ്ങൾക്ക് മിസ്കീൻ, ഒരു അനാഥയും ഒരു മിസ്കീനും നിങ്ങൾക്ക് വരാൻ പാടില്ല. പാവപ്പെട്ട ആളുകൾക്ക് ഒന്നും കൊടുക്കാതെ നമുക്ക് മാത്രമായി അത് എടുക്കണം, അതുകൊണ്ട് നിങ്ങൾ ശബ്ദമുണ്ടാക്കാതെ വരൂ എന്ന് പറഞ്ഞു. അത് അവർ വന്നു. അല ഹലുദീൻ ഖാദിരീൻ, ശക്തരായ ആർഭാടത്തോടുകൂടി അവർ വന്നു. പരമാർ ഔഹ, അവർ കണ്ടപ്പോൾ, അങ്ങനെ അവർ വന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇന്നാല വാലൂൻ, നമുക്ക് വഴിപഴിച്ചല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർ ആ തോട്ടത്തിൽ വന്നു. അതിലുള്ള കായ്കനികളെല്ലാം എടുക്കാവുന്ന അവസ്ഥ വന്നപ്പോൾ അവരത് കണ്ടു നോക്കുമ്പോൾ ഇന്നാല വാലൂൻ, എല്ലാം വഴിപഴിച്ചതാണല്ലോ, ഞങ്ങൾക്ക് പറ്റിയോ എന്നവർ പറഞ്ഞു. ബൽ നഹ്നു മഹറൂമൂൻ, എന്നെല്ലാം മുഴുവനും നമുക്ക് പറ്റിയിരിക്കുന്നു, ഒന്നും നമുക്ക് വിട്ടേച്ച് പോയിട്ടില്ല. കാല ഔസത്തും, അപ്പോൾ അവരുടെ കൂട്ടത്തിലെ ഒരാൾ പറഞ്ഞു, മധ്യസ്ഥനായ ഒരാൾ പറഞ്ഞു, അലം അക്കുല്ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ലൗലാത്ത് സബ്യഹൂൻ, നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ ശബ്ദവും കോലാഹലങ്ങളൊന്നും ഉണ്ടാക്കാതെ അള്ളാഹുവിനോട് മുമ്പിൽ തസ്ബീഹൊക്കെ ചൊല്ലിക്കൊണ്ട് ആണ് വരേണ്ടതെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് റബ്ബിന, നമ്മുടെ നാഥൻ എത്ര പരിശുദ്ധനാണ്, ഇന്നാ കുന്ന വാൽമീൻ, അവർ അക്രമികളായിപ്പോയല്ലോ. ഫാക്ബല ബാദുഹും അലാ ബാദി എത്തലാവുമൂൻ, അവരങ്ങനെ പരസ്പരം കടുപിടി കൂടുന്നവരായിട്ടാണ് അവർ കാണാൻ കഴിഞ്ഞത്. എത്തലാവുമൂൻ, ആക്ഷേപിച്ചുകൊണ്ടും. അവർ പറഞ്ഞു, യാ വൈലന, ഞങ്ങളുടെ നാശമേ, ഇന്നാ കുന്ന താഗീൻ, ഞങ്ങൾ അക്രമികളിൽ പെട്ടുപോയല്ലോ. അസാ റബ്ബുന, നമ്മുടെ നാഥൻ നമുക്ക് നന്നേക്കാം, ആ യുബുദിലന ഹൈറം മിൻഹ, ഇതിനേക്കാൾ ഉത്തമമായ വേറൊരു തോട്ടത്തെ നമുക്ക് നന്നാക്കാം. ഇന്നായിലാ റബ്ബിന ആബൂൻ, നമ്മൾ അവനിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ അവൻ ഒരു പക്ഷേ നമുക്ക് ഇതിനേക്കാൾ നല്ല ഒരു തോട്ടം തന്നേക്കാം. ഇപ്പോൾ നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, അതിന് അള്ളാഹു ഇപ്പോൾ തന്നെ നമ്മൾ ശിക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹൈറ് തരും, ഇതിനേക്കാൾ നല്ല തോട്ടം തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ സമാധാനപ്പാക്കാൻ തുടങ്ങി. കദാലിക്കൽ അദാബു, ഇപ്രകാരമാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ. ഒരു അദാബുൽ ആഖിറത്തി, പരലോകത്തെ ശിക്ഷയാകട്ടെ, അക്സറു, അത് ഏറ്റവും അകലമാണ്, അധികമാണ്. കലൗക്കാലു യാലമൂൻ, അവർ അറിയുകയാണെങ്കിൽ അവർ ശിക്ഷ അതിനേക്കാൾ വലുതാണ്, നല്ല ശിക്ഷ അവർക്ക് കിട്ടുകയും ചെയ്യും എന്നാണ് ഈ കഥയുടെ ആകത്തുക. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിൻ്റെ നിയമപ്രകാരം രാജ്യത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഉള്ളതൊക്കെ ഉള്ളവർക്ക് മാത്രം, ഇല്ലാത്തവർക്കൊന്നുമില്ല. ഉള്ളവർക്കൊക്കെ ഉള്ളത് മുഴുവൻ ഉള്ളവർക്ക്, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒന്നും നീക്കി വെക്കാനില്ലാതെ, അവർ വീടില്ലാതെ, കുടുംബമില്ലാതെ, ജീവിക്കാൻ മാർഗമില്ലാതെ, പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാതെ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളവരാകുന്ന ആളുകൾ ഭൂമിയിലെ മുഴുവൻ സമ്പത്തും സ്വയമേവ എടുക്കുകയും അത് പുനരുദ്ധരിക്കുകയും അത് പിന്നെയും അഹങ്കരിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. രാജ്യത്തെ ആളുകൾ പ്രയാസപ്പെട്ട് ജീവിക്കുമ്പോൾ ഇല്ലാത്ത ആളുകളതാ ഇല്ലാത്തവരെ മുഴുവൻ പൊങ്ങച്ചൊത്തോടുകൂടി അവർ പ്രവർത്തിക്കുന്നത്. വലായസ്തസ്നൂൻ എന്നല്ല, ഒന്നും ബാക്കി വെച്ചില്ല, ഒന്നും നമുക്ക് അവർ കൊടുക്കേണ്ടതില്ല, ഒക്കെ നമുക്ക് തന്നെ തിന്നണം. അങ്ങനെ വെക്കുന്ന ആളുകളാണ് അവരെ അള്ളാഹു തആല അവസാനം നശിപ്പിച്ച് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പൂർണ്ണമായി നാശമാണ് ഉണ്ടായത്. സൂറത്തുൽ ഖലമിലെ
ഏതാണ്ട് പിന്നെ 17 മുതൽ 33 വരെയുള്ള കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതും ആവശ്യമുള്ള കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.